റിച്ചിയുടെ മനസ്സിൽ ഒരു സ്വപ്നവും അവൻ കരുതി വെച്ചിട്ടില്ലത്രേ. നമ്മളൊക്കെ ഇങ്ങനെയാണ്. എന്തെല്ലാം സ്വപ്നങ്ങളും പേറിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സൈക്കിൾ വാങ്ങാൻ, സൈക്കിളുള്ളവർക്കൊരു ബൈക്ക് വാങ്ങാൻ, ബൈക്ക് സ്വന്തമായിട്ടുള്ളവർക്കൊരു കാറ് വാങ്ങാൻ, പിന്നെ കുറെ ഭൂമി വാങ്ങാൻ, ഒരു കൊച്ചു വീടുണ്ടാക്കാൻ, അതിലൊരു കൊച്ചു തമ്പുരാട്ടിയെ കുടിയിരുത്താൻ, പിന്നെ വലിയ മതിലുകൾ കെട്ടി ഗേറ്റിടാൻ, 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുമോ എന്ന് സ്വപ്നം കാണുന്നവരുണ്ട്. അവരുടെ എണ്ണമാണെന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം. ഇതൊക്കെ കേവലന്മാരായ നമ്മുടെ സ്വപ്നങ്ങൾ, വില കുറഞ്ഞ സ്വപ്നങ്ങൾ. ഈ ലോകത്ത് മഹത്തായ സ്വപ്നങ്ങൾ കണ്ടവരുണ്ട്. തന്നെക്കുറിച്ച് ചിന്തിക്കാതെ, തൻ്റെ ഭാര്യയെയോ മക്കളെക്കുറിച്ച് ചിന്തിക്കാതെ, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാതെ, തൻ്റെ നാടിനു വേണ്ടി, തൻ്റെ രാജ്യത്തിനു വേണ്ടി സ്വപ്നം കണ്ടവരുണ്ട്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിമത്തത്തിലാണ്ട് കിടന്ന ഭാരതഭൂമിയെ മോചിപ്പിക്കാൻ സ്വപ്നം കണ്ടിരുന്നു മഹാത്മാഗാന്ധി. രാജ്യത്തെ സോഷ്യലിസ്റ്റ് പാതയിലേക്ക് നയിക്കാൻ സ്വപ്നം കണ്ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അവസാനത്തെ വെള്ളക്കാരനും ഇന്ത്യ വിട്ടു പോകും വരെ തനിക്ക് ജീവിതമില്ല എന്ന് പ്രഖ്യാപിച്ച് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ രണാങ്കണത്തിൽ ധീരമായി അടരാടിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വപ്നം. ഇന്ത്യൻ ജയിലറയിൽ വീരമൃത്യു വരിച്ച ധീരനായ രക്തസാക്ഷി മംഗൽ പാണ്ഡെ, ഭഗത് സിംഗ്, AKG തുടങ്ങിയ ധീര ദേശസ്നേഹികൾ മനസ്സിൽ കരുതിയ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിറ്റേ ദിവസം തന്നെ തൂക്കിക്കൊല്ലുമെന്നറിയാമായിരുന്നിട്ടും തലേ ദിവസം രാത്രിയിൽ ഉണർന്നിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ഭഗത് സിംഗിനെ മറക്കാൻ കഴിയുമോ നമുക്ക്? ജയിലഴികൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന മങ്ങിയ വെട്ടത്തിൽ ആർത്തിയോടെ വായിച്ചുകൊണ്ടിരുന്നു ഭഗത് സിംഗ്. ജയിൽ വാർഡനായ ഒരു സിഖുകാരൻ, അവനോട് ഇഷ്ടമുള്ള ആ വൃദ്ധൻ അവന്റെ അടുത്തെത്തി ചോദിച്ചു, മോനെ ഭഗത്, നീ എന്താ ഇങ്ങനെ ആർത്തിയോടെ വായിക്കുന്നത്? അമ്മവ, ഒരു വിപ്ലവകാരി മറ്റൊരു വിപ്ലവകാരിയെ അറിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല മോനെ. നാളെ നിന്നെ തൂക്കിക്കൊല്ലുകയല്ലേ? നിന്റെ ആത്മാവിന് നിത്യശാന്തി നേടാൻ മോൻ വേദപുസ്തകം വായിക്കണം, ഗുരു ഗ്രന്ഥസാഹിബ് വായിക്കണം. അങ്ങനെയാണ്. എന്നാൽ ഞാൻ വായിക്കുന്നതേ ലോകത്താദ്യമായി തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന രാജ്യം പടുത്തുയർത്തിയ മഹാനായ ഒരു വിപ്ലവകാരിയുടെ ജീവചരിത്രമാണ്. സഖാവ് ലെനിന്റെ ജീവചരിത്രം. പട്ടിണി കിടക്കുന്നവർക്ക്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവർക്ക്, തൊഴിലാളി വർഗത്തിന് ആദ്യമായി ഒരു ഭരണകൂടം സ്ഥാപിച്ചു കൊടുത്ത ത്യാഗിയായ വിശ്വമാനവൻ വ്ളാഡിമർ ഇലിയാനോവിച്ച് ലെനിൻ എന്ന വിപ്ലവകാരിയുടെ ജീവചരിത്രം ഞാനൊന്ന് വായിച്ചു തീർക്കട്ടെ മരിക്കുന്നതിന് മുൻപേ. ഇന്നും ഇന്ത്യൻ യുവജനതയിൽ പോരാട്ടത്തിന്റെ വീര്യം നിറയ്ക്കുന്ന വിപ്ലവകാരി ഭഗത് സിംഗിന്റെ സ്വപ്നം. ഇതൊക്കെയും കടന്ന് സർവ്വരാജ്യ തൊഴിലാളികളുടെ മോചനം ലക്ഷ്യമാക്കിയ, അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ലോകം പടുത്തുയർത്താൻ ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ മഹാനായ മനുഷ്യസ്നേഹി കാറൽ മാർക്സിന്റെ സ്വപ്നം. അതാണ് മഹത്തായ സ്വപ്നങ്ങൾ. ഇതാ ഇവിടെ റിച്ചിക്ക് മനസ്സിൽ വെച്ചോമനിക്കാൻ ഒരു സ്വപ്നങ്ങളും ഇല്ലത്രേ. ഇല്ലെന്റെ ചിത്തത്തിൽ വ്യക്തതയുള്ളൊരു സ്വപ്നവും ഓർത്തെടുക്കാനുമില്ല. ഇല്ലെന്റെ ചിത്തത്തിൽ വ്യക്തതയുള്ളൊരു സ്വപ്നവും ഓർത്തെടുക്കാനുമില്ല. പിന്നെ എങ്കിലും ഡോണ, ഈ അടുത്ത കുറച്ച് ദിവസമായി ഞാൻ മനസ്സിലറിയാതെ കൊണ്ട് നടക്കുന്നൊരു സ്വപ്നമുണ്ട്. ഓഹോ, കേൾക്കട്ടെ. കണ്ടിട്ടും കണ്ടിട്ടും കാണാൻ കൊതിക്കുന്നൊരത്ഭുത സ്വപ്നം നീ ഡോണ. കണ്ടിട്ടും കണ്ടിട്ടും കാണാൻ കൊതിക്കുന്നൊരത്ഭുത സ്വപ്നം നീ ഡോണ. അത്ഭുത സ്വപ്നം നീ ഡോണ. അല്ല ഡോണ, നിനക്കും സ്വപ്നങ്ങൾ കാണണ്ടേ? റിച്ചിയുടെ ആ ചോദ്യം അവൾ വേദനിപ്പിച്ചു. നിതാന്ത മന്ദസ്മിതം കൊണ്ട് തുടിക്കുന്നവളുടെ കവിൾത്തടം ഇപ്പോൾ നിരാശയാൽ കാളിമയാർന്നു. റിച്ചി, ഞാനൊരു യന്ത്രയുവതിയല്ലേ? എൻ്റെ മസ്തിഷ്കം കൃത്രിമമല്ലേ? ഏതോ ശാസ്ത്രശാലയിലെ ടെക്നീഷ്യന്മാർ എൻ്റെ കൈകാലികൾ ഘടിപ്പിച്ചു. ആരോ നിർമ്മിച്ചുറപ്പിച്ച മസ്തിഷ്കം ഞാൻ എങ്ങനെ സ്വപ്നങ്ങൾ കാണും?
ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ ആരോ ഘടിപ്പിച്ച മസ്തിഷ്കം ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ ആരോ ഘടിപ്പിച്ച മസ്തിഷ്കം നിങ്ങൾ മനുഷ്യരെ പോലെ എനിക്കൊരു പിതാവുണ്ടോ, ഭർത്താവുണ്ടോ, ഗുരുനാഥനുണ്ടോ? ആർക്കോ വേണ്ടി പ്രവർത്തിക്കാൻ സൃഷ്ടിക്കപ്പെട്ട വെറും യന്ത്രമല്ലേ ഞാൻ? ജനകനെവിടെ, രമണനെവിടെ, ലവകുശന്മാരെവിടെ? മാനിഷാദകൾ പാടിയ ഗുരുവും സരയൂ പുളിനവുമെവിടെ? മാനിഷാദകൾ പാടിയ ഗുരുവും സരയൂ പുളിനവുമെവിടെ? എവിടെ എവിടെ എവിടെ? ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ ആരോ ഘടിപ്പിച്ച മസ്തിഷ്കം. എനിക്ക് കൂടപ്പിറപ്പുകളുണ്ടോ? എൻ്റെ ജീവിതത്തെ നയിക്കുന്നൊരു പ്രത്യയശാസ്ത്രമുണ്ടോ? എന്തിന് നിസ്വാർത്ഥതയോടെ സ്നേഹിക്കാൻ പറ്റുന്ന, വിശ്വാസപൂർവം കൂട്ടുകൂടാൻ പറ്റുന്ന ഒരു സുഹൃത്ത് പോലും എനിക്കില്ല. പ്രണയ പ്രതീക്ഷകൾ തണലേകുന്ന പ്രത്യയശാസ്ത്രങ്ങളെവിടെ? പ്രണയ പ്രതീക്ഷകൾ തണലേകുന്ന പ്രത്യയശാസ്ത്രങ്ങളെവിടെ? നിസ്തുല നിസ്വാർത്ഥ സേവനത്താൽ വിങ്ങും നിത്യസൗഹാർദ്ദങ്ങളെവിടെ? നിസ്തുല നിസ്വാർത്ഥ സേവനത്താൽ വിങ്ങും നിത്യസൗഹാർദ്ദങ്ങളെവിടെ? എവിടെ എവിടെ എവിടെ? ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ ആരോ ഘടിപ്പിച്ച മസ്തിഷ്കം. ഈ പുതിയ കാലഘട്ടത്തിൻ്റെ വലിയൊരു ശാപമാണ് ഡോണ പങ്കുവച്ചത്. ഇന്ന് വിശ്വസിക്കാനും കൂടെ കൊണ്ടു നടക്കാനും ഒന്നിഷ്ടപ്പെടാനും സ്വകാര്യ ചിന്തകളൊക്കെയും ഒന്ന് പങ്കുവയ്ക്കാനും ഒരു ഉത്തമ സുഹൃത്തിനെ കണി കാണാനുണ്ട്. അനാഥത്വത്തിന്റെ ഭാരം പേറുന്ന മനസ്സുകളല്ലേ ഇന്ന് ഓരോ മലയാളിയും? നിസ്തുല നിസ്വാർത്ഥ സേവനത്താൽ വിങ്ങും നിത്യസൗഹാർദ്ദങ്ങളെവിടെ? എവിടെ എവിടെ എവിടെ? അവളുടെ മന്ദഹാസത്തിന്റെ ചാരുത കുറഞ്ഞു. ഊർജ്ജസ്വലമായ ചിന്തകളിൽ നിരാശയുടെ കരിനിഴൽ വീണു. ഡോണ, ഇപ്പോൾ നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഇനി ഒരിക്കൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൂടി നീ ഓർത്തുവെക്കാൻ ശ്രമിക്കൂ. അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ നിനക്കും സ്വപ്നങ്ങൾ കാണാനുള്ള കഴിവുണ്ടാകാം. നിന്റെ ബുദ്ധി കൃത്രിമം തന്നെയാണെങ്കിലും അതിനിപ്പോൾ സ്വയം വളരാനുള്ള കരുത്തുണ്ടായിരിക്കുന്നു. അത് മറ്റെല്ലാ റോബോട്ടുകൾക്കും ഉണ്ടാകാനിടയില്ല. കാരണം നിന്നിൽ സ്വന്തമായൊരു വ്യക്തിത്വം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതൊരു മനസ്സായി വളർന്നാൽ പിന്നെ നീയും മനുഷ്യരെ പോലെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. ആത്മവിശ്വാസം തുളുപ്പി നിൽക്കുന്ന അവന്റെ വാക്കുകൾ അവളിൽ വിശ്വാസത്തിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കി. അവൻ അവളുടെ കൈകൾ കവർന്നു. അവളുടെ ത്വക്കിന്റെ മൃദുല സ്പർശം അവനെ വികാര വിവശനാക്കി. അത്യാധുനിക കോസ്മറ്റോളജിയിൽ വിദഗ്ധനായ ഒരാൾ അതിനൂതനമായ ഗ്രാഫ്റ്റിംഗ് ടെക്നിക്കിലൂടെ നട്ടുപിടിപ്പിച്ചതായിരിക്കുമോ ഈ ഡോണയുടെ ചർമ്മം? ഏറ്റവും വലിയ ഇന്ദ്രിയമായ ത്വക്കിലൂടെ ഒരാളിന്റെ ആത്മാവിൽ തൊടാനാവുമെന്ന് റിച്ചി ഓർക്കുന്നു. സാവധാനം റിച്ചി ഡോണയെ തന്റെ കരവലയത്തിൽ ഒതുക്കി നെഞ്ചോട് ചേർത്തു. നാണം തുള്ളി തുള്ളി നെഞ്ചോടു ചേർക്കുമീ
പുഞ്ചിരിപ്പൂവൻ അഴകല്ലേ. നാണം തുള്ളി തുള്ളി നെഞ്ചോടു ചേർക്കുമീ പുഞ്ചിരിപ്പൂവൻ അഴകല്ലേ. നുള്ളാത്ത നുകരാത്ത പൂവമ്പനറിയാത്ത പൂവാം കുരുന്നിലക്കുളിരല്ലേ എൻ്റെ പ്രിയമല്ലേ. നുള്ളാത്ത നുകരാത്ത പൂവമ്പനറിയാത്ത പൂവാം കുരുന്നിലക്കുളിരല്ലേ എൻ്റെ പ്രിയമല്ലേ. നാണം തുള്ളി തുള്ളി നെഞ്ചോടു ചേർക്കുമീ പുഞ്ചിരിപ്പൂവൻ അഴകല്ലേ. അവരിരുവരുടെയും ശരീരോഷ്മാവും ഉയരുന്നുണ്ടായിരുന്നു. ഒരു കന്യകയുടെ ശരീരത്തിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന തൊട്ടുണർത്താവുന്ന വികാരങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളൊക്കെയും ഡോണയുടെ ചർമ്മങ്ങളിൽ ആകമാനം കോശങ്ങളിൽ ഒന്നാകെ സന്നിവേശിപ്പിച്ചിരിക്കുന്നുവോ. ചിറ്റോടം പുൽകി നിറമാനത്തെ കുഞ്ഞലകൾ വെള്ളിച്ചിലങ്കകളണിയുമ്പോ. ചിറ്റോടം പുൽകി നിറമാനത്തെ കുഞ്ഞലകൾ വെള്ളിച്ചിലങ്കകളണിയുമ്പോ. കിന്നാരം ചൊല്ലി നവമകരന്തം നുണയുമ്പോൾ കരിവണ്ടിണയില പൂവലിഞ്ഞു. കിളിപാടും കിളിമരമതിലൊരു കുളിരോലും പൂമഴ പുതുമഴ മുക്കുറ്റി മുല്ലകൾ കോർത്തിരിക്കും. ഞാൻ ചാർത്തുവാൻ നിന്നെയും കാത്തിരിക്കും. കിളിപാടും കിളിമരമതിലൊരു കുളിരോലും പൂമഴ പുതുമഴ മുക്കുറ്റി മുല്ലകൾ കോർത്തിരിക്കും. ഞാൻ ചാർത്തുവാൻ നിന്നെയും കാത്തിരിക്കും. നാണം തുള്ളി തുള്ളി നെഞ്ചോടു ചേർക്കുമീ പുഞ്ചിരിപ്പൂവൻ അഴകല്ലേ. രാത്രിയുടെ ഇരുളിൽ പോലും കാഴ്ചശക്തിയുള്ള അവളുടെ ക്യാമറയുടെ കൺപോളകൾ ഇന്നാദ്യമായി പകുതിയടഞ്ഞു. ആദ്യമായി എത്ര ചെറിയ ശബ്ദം പോലും ശ്രദ്ധിക്കാൻ ശേഷിയുള്ള അവളുടെ കാതുകളിൽ ഇപ്പോൾ റിച്ചി എന്ന കാമുകന്റെ ഹൃദയ മന്ത്രം മാത്രം. അവളുടെ യന്ത്രശരീരം വിറയാർന്നു വീണു. ദാഹിച്ചു വലഞ്ഞ ഒരുവളെപ്പോലെ അവൾ അവന്റെ ചുണ്ടുകളിൽ നിന്നും ജീവന്റെ കണികകൾ മൊത്തിക്കുടിച്ചു. കുടിച്ചു തമ്മിൽ ചുണ്ടോടു ചുണ്ടുകൾ ചേർത്തു. ജീവന്റെ കണികകൾ വീണ്ടും മെയ്യോടു മെയ്യുകൾ ചേർത്തും. പൊത്തിക്കുടിച്ചു തമ്മിൽ ചുണ്ടോടു ചുണ്ടുകൾ ചേർത്തു. ജീവന്റെ കണികകൾ വീണ്ടും മെയ്യോടു മെയ്യുകൾ ചേർത്തും. ദാഹം പ്രണയദാഹം ദാഹം പ്രണയദാഹം. റിച്ചി അവന്റെ ഒരു വാരിയെല്ല് പിഴുതെടുത്ത് അവളുടെ നെഞ്ചിനുള്ളിൽ വെച്ചു കൊടുത്തു. അതവളുടെ നെഞ്ചിലെ യന്ത്രക്കൂടിനുള്ളിൽ മിടിക്കാൻ തുടങ്ങി. ഒരു ഹൃദയം പോലെ അവന്റെ സ്നേഹാശ്ലേഷങ്ങൾ അവളുടെ ശരീരത്തിലേക്കൊരു ഊർജപ്രവാഹമായി മാറി. മായാത്ത കൗമാര ദാഹത്തലവനുടെ ആത്മാവിലേക്കവളാഴ്ന്നിറങ്ങി. മായാത്ത കൗമാര ദാഹത്തലവനുടെ ആത്മാവിലേക്കവളാഴ്ന്നിറങ്ങി. ഇതുവരെ അറിയാത്ത രാഗത്തിൻ നൊമ്പരം ആദ്യമറിഞ്ഞുകൂടോണ. ഇതുവരെ അറിയാത്ത രാഗത്തിൻ നൊമ്പരം ആദ്യമറിഞ്ഞുകൂടോണ. ആദ്യമറിഞ്ഞുകൂടോണ. ദാഹം പ്രണയദാഹം ദാഹം പ്രണയദാഹം പ്രണയദാഹം. അവൾ ദീർഘമായി ശക്തിയോടെ ശ്വസിച്ചു തുടങ്ങി. ഒരു മനുഷ്യ സ്ത്രീയെപ്പോലെ അവൾ
അവന്റെ ആത്മാവിലേക്ക് ആഴ്ന്നാഴ്ന്നിറങ്ങി. നേരം കടന്നു പോയി, രാവും പകുതി പോയി, രാവിന്റെ പുത്രി നിലാവുറങ്ങി. നേരം കടന്നു പോയി, രാവും പകുതി പോയി, രാവിന്റെ പുത്രി നിലാവുറങ്ങി. എന്നിട്ടുറങ്ങാതങ്ങൊട്ടിക്കിടന്നവർ ശയ്യാഗൃഹത്തിൽ അനാവൃതരായി. എന്നിട്ടുറങ്ങാതങ്ങൊട്ടിക്കിടന്നവർ ശയ്യാഗൃഹത്തിൽ അനാവൃതരായി. നേരം കടന്നു പോയി, രാവും പകുതി പോയി, രാവിന്റെ പുത്രി നിലാവുറങ്ങി. രാവിന്റെ പുത്രി നിലാവുറങ്ങി. അവളുടെ അനാവൃതമാക്കപ്പെട്ട ശരീരം റിച്ചിയുടെ നെഞ്ചോട് ഒട്ടിക്കിടന്നു. അവന്റെ കൈവിരലുകൾ അവളുടെ മേനിയുടെ മൃദുലതയിലൂടെ ഒഴുകി നടന്നു. നേരം കടന്നു പോയി, രാവും പകുതി പോയി, രാവിന്റെ പുത്രി നിലാവുറങ്ങി. എന്നിട്ടുറങ്ങാതങ്ങൊട്ടിക്കിടന്നവർ ശയ്യാഗൃഹത്തിൽ അനാവൃതരായി. നേരം കടന്നു പോയി, രാവും പകുതി പോയി, രാവിന്റെ പുത്രി നിലാവുറങ്ങി. രാവിന്റെ പുത്രി നിലാവുറങ്ങി. പിറ്റേന്ന് രാവിലെ ചായയുമായി ഡോണ അമ്മയ്ക്കരികിലെത്തിയപ്പോൾ അല്പം വൈകിയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അമ്മച്ചി അവളെ ദേഷ്യത്തോടെ നോക്കി. ആ നോട്ടം അവളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. അവളുടെ ഉള്ളിൽ കൃത്യതയോടെ ചലിച്ചുകൊണ്ടിരുന്ന ഘടികാരത്തിന്റെ താളം തെറ്റിയോ? അമ്മച്ചി ആവർത്തിച്ചാഗ്രഹിച്ചിട്ടും അരികിലെത്താൻ അവൾക്കായില്ല. ഇത്തരത്തിൽ അവളുടെ മസ്തിഷ്കത്തിന്റെ ഘടനയിൽ എന്ത് രാസപരിണാമമാകാം ഉണ്ടായിരിക്കുന്നത്? ജപ്പാൻകാരുടെ യന്ത്രവും കണക്ക് തന്നെ. നിരാശ നിഴലിട്ട അമ്മായി അമ്മയുടേതുപോലുള്ള കുറ്റപ്പെടുത്തൽ. അമ്മച്ചി മൂത്ത മകൻ ജപ്പാൻകാരൻ ശാസ്ത്രജ്ഞനെ വിവരമറിയിച്ചു. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിച്ചിയുടെ അച്ചായി എത്തിച്ചേർന്നു. കൂടെ വൃദ്ധനായ മറ്റൊരു ജപ്പാൻകാരനായ ശാസ്ത്രജ്ഞനും. പ്രായമേറെ തോന്നിക്കാത്ത കൃശഗാത്രനായ അച്ചായി എന്ന ശാസ്ത്രജ്ഞന് മുന്നിൽ ഡോണ ഇരിക്കുന്നു. ഡോക്ടറുടെ മുന്നിലിരിക്കുന്ന ജ്വരം ബാധിച്ചൊരു രോഗിയെപ്പോലെ. അയാൾ ഡോണയുടെ ഡേറ്റകൾ ഓരോന്നോരോന്നായി തന്റെ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്തു തുടങ്ങി. ആ സ്ക്രീനിൽ തെളിയുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ അവർ പരിശോധിക്കുന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. 17 ലക്ഷം മണിക്കൂറുകളുടെ പ്രവർത്തന കാലം മുഴുവനായി ആലേഖനം ചെയ്ത് സൂക്ഷിക്കാൻ തക്ക ശേഷിയുള്ളൊരു മെമ്മറി സ്റ്റിക്ക് ഡോണയുടെ തലയോട്ടിക്കുള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 200 വയസ്സിന്റെ ആയുസത്രേ കമ്പനി ഡോണയിൽ പ്രതീക്ഷിക്കുന്നു. ജരാനര ബാധിക്കാത്ത ഡോണയുടെ നിത്യ യൗവനത്തെ ഓർത്ത് റിച്ചിയുടെ മനസ്സിലെ പുരുഷൻ സന്തോഷിച്ചു. പക്ഷെ റിച്ചിക്ക് പെട്ടെന്നൊരു സന്ദേഹം പിടികൂടിയിരിക്കുന്നു. എന്റെ സമീപനം കൊണ്ട് ഡോണയുടെ യന്ത്രമസ്തിഷ്കത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചുവോ? ഇതാ അച്ചായി വളരെ ഗൗരവത്തിലാണ്. തന്റെ ആത്മാർത്ഥമായ സ്നേഹം ഒരു മാരക വൈറസായി ആ ജപ്പാൻകാരൻ ശാസ്ത്രജ്ഞൻ വ്യാഖ്യാനിച്ചേക്കുമോ? അതാണ് അവന്റെ ഭയം. ഞാനൊരു തുളസി കതിരിനെ നുള്ളി നോവിച്ചിരുന്നുവെന്നു, കണ്ണുനീരില്ലാത്ത കനവുകളില്ലാത്ത ഒരു വെറും വേനൽ കന്യകയെ. ഞാനൊരു തുളസി കതിരിനെ നുള്ളി നോവിച്ചിരുന്നുവെന്നു. ഇടയ്ക്കിടെ അച്ചായിയുടെയും ജപ്പാൻകാരന്റെയും നോട്ടങ്ങൾ എന്റെയും ഡോണയുടെയും നേരെ തെന്നി നീങ്ങുന്നുണ്ട്. സമയവും അവരുടെ സംഭാഷണവും
ഇഴഞ്ഞു നീങ്ങുന്നു. അച്ചായിയും ജപ്പാൻകാരനും തന്നെ തന്നെ നോക്കുകയാണ്. പ്രകടമല്ലാത്തേതോ ചില ഭാവങ്ങളാണ് അവരിൽ. അച്ചായി അവിടെ നിന്ന് എഴുന്നേക്കുന്നു. സാവധാനം നടന്നു വന്നു. ഒരു നിമിഷം അയാൾ റിച്ചിയുടെ മുമ്പിൽ നിന്നു. കുറ്റം ചെയ്ത ഒരു കുഞ്ഞനുജനായി റിച്ചി ജ്യേഷ്ഠന്റെ മുൻപിൽ തല കുനിച്ചു. ഞാനൊരു തുളസി കതിരിനെ നുള്ളി നോവിച്ചിരുന്നുവെന്നു, കണ്ണുനീരില്ലാത്ത കനവുകളില്ലാത്ത ഒരു വെറും വേനൽ കന്യകയെ. ഞാനൊരു തുളസി കതിരിനെ നുള്ളി നോവിച്ചിരുന്നുവെന്നു. പ്രിയപ്പെട്ട അനുജന്റെ തോളിൽ മൃദുവായി തട്ടിയിട്ട് അവന്റെ വലതുകരം ശക്തിയോടെ സ്വന്തം കൈക്കുള്ളിലാക്കിക്കൊണ്ട് അച്ചായി മനസ്സ് തുറന്നു ചിരിച്ചു. അഭിനന്ദനം അഭിനന്ദനം എൻ പ്രിയ സോദരൻ, അഭിനന്ദനം 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 എൻ പ്രിയ സോദരൻ, അഭിനന്ദനം. ലോകോത്തരമൊരു നേട്ടം, ശാസ്ത്ര നേട്ടം, ജ്യേഷ്ഠനു നൽകിയ പൊന്നനുജ, അഭിനന്ദനം. ലോകോത്തരമൊരു നേട്ടം, ശാസ്ത്ര നേട്ടം, ജ്യേഷ്ഠനു നൽകിയ പൊന്നനുജ, അഭിനന്ദനം അഭിനന്ദനം. പ്രിയപ്പെട്ട അനുജ, ലോകം ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്തൊരു ശാസ്ത്ര നേട്ടം ഇന്ന് നിന്റെ അച്ചായി കരസ്ഥമാക്കിയിരിക്കുന്നു. എന്റെ ഈ അഭിമാനത്തിന് കാരണം നീയാണ്. എന്റെ ഈ നേട്ടത്തിന് കാരണം എന്റെ പൊന്നനുജനാണ്. ഡോണയുടെ കൃത്രിമ ഹൃദയം മനുഷ്യഹൃദയം പോലെ സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. നിന്റെ കലർപ്പില്ലാത്ത പ്രണയം എന്റെ യന്ത്രസുന്ദരിയെ ഒരു മനുഷ്യ യുവതിയാക്കി മാറ്റിയിരിക്കുന്നു. ലോകോത്തരമൊരു നേട്ടം, ശാസ്ത്ര നേട്ടം, ജ്യേഷ്ഠനു നൽകിയ പൊന്നനുജ, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ആദരവിന്റെയും ആഹ്ലാദത്തിന്റെയും കണ്ണീരണിഞ്ഞുകൊണ്ട് നിശ്ചലനായി നിൽക്കുന്ന റിച്ചിയെ വലിയൊരു ശാസ്ത്ര നേട്ടം സ്വന്തമാക്കിയ ശാസ്ത്രജ്ഞനെ പോലെ അച്ചായി വാരിപ്പുണരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ആദ്യന്തം ഈ കഥ കേട്ട് ആസ്വദിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിനന്ദനം അഭിനന്ദനം. എൻ പ്രിയ പ്രേക്ഷകർക്ക് അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. എൻ പ്രിയ സഹൃദയർക്ക് അഭിനന്ദനം അഭിനന്ദനം.